മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നേരത്തെ ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി കേരളം നടത്തിയ സമരം പോലെ കേരളം ഒരു മനസ്സായി കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു ജനകീയ മുന്നേറ്റത്തിലേക്ക് ഇറങ്ങാനും വേണ്ടി കേരളത്തിൻ്റെ ജനങ്ങളെ സമീപിക്കുക, ജനങ്ങളെ കാണുക എന്ന ആശയം വെച്ചുകൊണ്ടാണ്. സാധാരണ നിലയിൽ 4 മണ്ഡലങ്ങൾ ഒഴികെ, ഈ കാനൻ രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ട 4 മണ്ഡലങ്ങൾ ഒഴികെ 136 മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് അതിൻ്റെ അർത്ഥതലങ്ങളിൽ തന്നെ ജനസമക്ഷം അവതരിപ്പിക്കാനായി എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് 23-ാം തീയതി ആ യാത്രയുടെ ഔപചാരികമായ സമാപനം ഉണ്ടായത്. ഇനിയിപ്പോൾ 1-2 തീയതികളിൽ മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിൽ കൂടി ജനങ്ങളെ കാണാനും ജനസമക്ഷം ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും പോകുകയുണ്ടാകും. പരാതി ഇതോടൊപ്പമുള്ള വിഷയമാണ്. കേരളത്തിലെ ഗവൺമെൻറ് നവകേരള സദസ്സിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ വലിയ ഒരു ഹോംവർക്ക് നടത്തിയ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ്റിൻ്റെ 1-ാം വർഷം കേരളത്തിലെ കഠിനമായ കോവിഡിൻ്റെ നടുവിലായതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കൂട്ടിവെച്ചുകൊണ്ട് നടത്തിയ ഫയൽ അദാലത്ത്, അതിനുശേഷം കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലായി കേരളത്തിലെ മലയോര തീരദേശ മേഖലകളിൽ നടത്തിയ മലയോര തീരദേശ സദസ്സുകൾ, കേരളത്തിൽ അതിനുശേഷം 78 താലൂക്കുകളിലായി 2-3 മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ജനങ്ങളുമായി നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദാലത്തിന് ശേഷം ഓരോ ജില്ലയിലും അദാലത്തിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടോ എന്നറിയാൻ മന്ത്രിമാർ തന്നെ പങ്കെടുത്ത ഉദ്യോഗസ്ഥ അദാലത്ത്, മേഖലാ യോഗങ്ങൾ, അതിനുശേഷമാണ് ഈ ചടങ്ങിലേക്ക് പോകുന്നത്. നവകേരള സദസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം കേരളത്തിലെ നവകേരള സൃഷ്ടിയിൽ കേരളത്തിലെ മാനിഫെസ്റ്റോ, നവകേരളത്തിൻ്റെ മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഗവൺമെൻറ് അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ, പ്രത്യേകിച്ച് 7.5 വർഷക്കാലത്തിനിടയിൽ 1,07,532 കോടി രൂപ എന്ന കേരളത്തിൻ്റെ അവകാശം നിഷേധിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായും നിലവിലുള്ള ഗ്രാൻറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്ന രീതിക്കെതിരായും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു മനസ്സായി ജനങ്ങളെ കൂട്ടി നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു വിപുലമായിട്ടുള്ള കേരളത്തിൻ്റെ ജനാധിപത്യ മോഡലായിരുന്നു. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മോഡലുകൾ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ലോകം തന്നെ അവലംബിക്കേണ്ടി വരാവുന്ന വിധത്തിൽ ഒരു ഭരണകൂടം പൂർണ്ണമായും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാമൂഹിക ബദലാണ് കേരളത്തിൽ നവകേരള സദസ്സിൽ അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ കാണാനെത്തുന്ന ജനങ്ങൾ മന്ത്രിമാർക്ക് നിവേദനങ്ങൾ തരാനുള്ളത് പൊതുവായി സ്വീകരിക്കുക എന്ന നിലപാടെടുത്തുകൊണ്ടാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം തന്നെ പരാതിയുമായി എത്തിച്ചേർക്കുന്നവർക്ക് പ്രത്യേക കൗണ്ടർ ഇട്ട് ആ പരാതികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. പരാതി സ്വീകരിക്കുമ്പോൾ തന്നെ അതിനൊരു പൊതു മെത്തേഡ് സ്വീകരിച്ചിരുന്നു. ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ അതാത് ജില്ലയിലെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഓരോ പരാതിയും എടുത്ത് ഏത് വകുപ്പുകളിലേക്കാണ് പോകേണ്ടത് എന്ന് നോക്കി, അതിനു മുമ്പായി ഇത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ഏത് വകുപ്പുകളിലേക്കാണ് പോകേണ്ടതെന്ന് നോക്കി ആ വകുപ്പുകളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കണം. അത് ലഭ്യമായി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ ലഭ്യമാകുന്ന പരാതികൾ പരിഹരിക്കണം, 45 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ലഭ്യമാകുന്ന പരാതികൾ പരിഹരിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ, ഞാനിത് വിശദമായി പറയാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം 6 ലക്ഷം പരാതികൾ കിട്ടി 600 എണ്ണം ബാക്കിയാൽ പോലും അതെങ്ങനെ ബാക്കിയാകും? ചോദ്യങ്ങളും ആവശ്യങ്ങളും പലതരത്തിലാകാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 60 വർഷക്കാലമായി, പ്രത്യേകിച്ച് 2010 മുതൽ കേരളത്തിൽ ഉയരുന്നൊരു പ്രശ്നമാണ് കേരളത്തിലെ പട്ടയഭൂമിയിൽ തങ്ങളുടെ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള നിർമ്മാണങ്ങൾക്ക് അനുവാദം തരണം. ഇത് 2010 1801/2010 എന്ന പൊതു താൽപ്പര്യ ഹർജി വന്നതിന് ശേഷം കഴിഞ്ഞ 13 വർഷമായി അല്ലെങ്കിൽ അതിലേറെ വർഷമായി ഏത് ഗവൺമെൻറ് പരാതി സ്വീകരിച്ചാലും വരുന്നൊരു പ്രധാനപ്പെട്ട പരാതിയാണ് ഈ പരാതി. ഏതെങ്കിലും ഗവൺമെൻറ് പരിഹരിക്കാൻ സാധിച്ചോ? പരിഹരിച്ചത് ഇപ്പോഴാണ്. അതിന് പരിഹാരം കേരളത്തിൻ്റെ നിയമസഭയിൽ കൊണ്ടുപോയി നിയമ ഭേദഗതിയാണ്. ആ നിയമ ഭേദഗതി കേരളത്തിൽ പരിഹരിച്ചു എന്ന് പറയും പോലെ കിട്ടുന്ന പരാതികളിൽ വകുപ്പുകൾക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങൾ ജില്ലയിൽ 30-ഉം സംസ്ഥാനത്ത് 45 ദിവസത്തിനുള്ളിൽ നടത്തണം. അത് ചീഫ് സെക്രട്ടറി കൃത്യമായി മോണിറ്റർ ചെയ്യണം. ഇനി കിട്ടാത്ത പരാതികളുണ്ടാകും. ഞങ്ങൾ ഒരുപാട് പരാതികൾ നോക്കി. ലൈഫ് ലൈനിൽ അപേക്ഷ കൊടുക്കാത്തവർ ഞങ്ങൾക്കൊരു വീട് വേണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു. എന്താണിതിന് പോംവഴി എന്ന് പൊതുവായി തീരുമാനിക്കേണ്ടി വരും. കേരളത്തിൽ മാറ്റേണ്ട ചില നിയമ ഭേദഗതികൾ അത് ചിലപ്പോൾ കേരളത്തിൻ്റെ നിയമസഭ ചർച്ച ചെയ്യേണ്ടി വരും.
ചിലത് ക്യാബിനറ്റ് ഇടപെട്ട് തീർക്കാവുന്നതാകും. സാധ്യമാകുന്ന നിലവിലുള്ള നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സാധ്യമാകുന്ന ജില്ലയിലെ പരാതികൾ 30 ദിവസത്തിനകവും സംസ്ഥാനത്തെ പരാതികൾ 45 ദിവസത്തിനകവും പരിഹരിക്കും. അതിനൊരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ജില്ലകളിൽ നമ്മൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചാർജ് കൊടുത്തൊരു പരിശോധന അതിൻ്റെ ഭാഗമായി നടത്തും. എന്തായാലും VVIP പെറ്റീഷൻ പോലെയായിരിക്കും നവകേരള സദസ്സുമായി കൊടുക്കുന്ന പരാതികൾ അതിലേക്കുള്ള നയം സ്വീകരിക്കുക. ഈ നവകേരള സദസ്സിൻ്റെ സമാപനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബസ്സിലെ അവസാനത്തെ പോയിന്റിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് അവൈലബിൾ ആയിട്ടുള്ള 3 മന്ത്രിമാരൊഴികെ ബാക്കി എല്ലാവരും ചേർന്ന പിന്നെ ഈ യോഗം വീണ്ടും സാധാരണ എല്ലാ ദിവസങ്ങളിലും പരിപാടികൾക്ക് ശേഷമാണ് യോഗം ചേരാറും പൂർണ്ണമായ ക്യാബിനറ്റ്. അന്ന് അതിനിടയിൽ ചേർന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ച കാര്യം, ഇനി പോയാൽ അതത് വകുപ്പുകൾ, അതത് വകുപ്പ് മന്ത്രിമാർ, അതത് വകുപ്പുകളിൽ നൽകപ്പെട്ട പരാതികൾ തീർക്കാൻ പ്രത്യേകമായി വകുപ്പുകൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് കൂടി വകുപ്പുകൾക്കകത്ത് സൂക്ഷ്മമായി പരിശോധിക്കണം. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ജില്ലകളിലെ ചുമതലക്കാരുണ്ടാകും. ഓരോ വകുപ്പുകളും ആ വകുപ്പുകളുടെ കീഴിലുള്ള പരാതികളിൽ ഏതറ്റം വരെ പോയി പരിഹരിക്കാം എന്ന കാര്യങ്ങൾ പരിശോധിക്കും. ഇതിന് വളരെ പോസിറ്റീവായൊരു ടേണിൽ മാധ്യമങ്ങൾ ദയവായി എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നവകേരള സദസ്സ് എന്ന വളരെ മഹനീയമായൊരു ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതികൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ മെത്തേഡുകളും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തീർക്കാനായിരിക്കും സർക്കാരിൻ്റെ ശ്രമം. അതിനും തീരാത്തതുണ്ടാവും. കഴിഞ്ഞ കുറേ കാലമായി ഒരു ജോലിയുമില്ലാതെ നടക്കുന്ന അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരനാണ് ഞാൻ, എനിക്കൊരു ജോലി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി ഉന്നയിച്ച ആളുകളുണ്ട്. അവർക്ക് സർക്കാരിന് ലഭ്യമാകുന്ന എല്ലാ പരാതികൾക്കും മറുപടി ഉണ്ടാകും. ബന്ധപ്പെട്ടവർക്ക് അത് ബോധ്യമാകാവുന്ന വിധത്തിലെത്തിക്കും. ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ലതുപോലെ ചെയ്യും. അതിന് ചീഫ് സെക്രട്ടറി തന്നെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാകും. അങ്ങനെ ഒരു വാക്കേ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ആദ്യത്തെ ദിവസം 17-ാം തീയതി മുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങളിപ്പോൾ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും പുറത്തിറക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പ്രകടന പത്രികയിൽ നടത്തിയത് എത്രമാത്രം നടപ്പിലാക്കിയെന്ന് ആത്മപരിശോധന നടത്തി ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പത്രമാധ്യമങ്ങളും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുക. 17-ാം തീയതി മുതൽ നമ്മുടെ മുമ്പിൽ വന്ന ആരോപണങ്ങളിൽ എത്ര എണ്ണം ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ഉന്നയിച്ചത് കുറച്ചുകൂടി ലൗഡ് സ്പീക്കറുടെ ശബ്ദത്തോടെ പ്രസിദ്ധീകരിച്ചവരും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ബാക്കിയുള്ള നമുക്ക് ഒരുമിച്ചിരുന്ന് കൂട്ടാം. 18-ാം തീയതി നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു ആരോപണം? ഇതൊരു ആഡംബര ബസ്. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് സങ്കടമായൊരു കാര്യം, ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ തന്നെയുണ്ട്. അത് വഴിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും നല്ല ദേശീയ ഹൈവേ പൂർത്തീകരിച്ച സ്ഥലത്തൊന്നും നമുക്ക് ഇറങ്ങണം. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് വന്നില്ലേ, വണ്ടിക്ക് ആഡംബര ബസ് ആദ്യ ദിവസം തന്നെ പുറത്ത് കയറാൻ പോകുന്നു, ഇത് നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഇതേ വണ്ടിയിൽ തന്നെ കയറി പോകും. ഭാഗ്യത്തിന് വണ്ടിക്കൊക്കെ കേടെപ്പോഴും ഉണ്ടാകാം. ഭാഗ്യത്തിന് അവസാന നിമിഷം വരെ ആ വണ്ടി കേടാവാതെ പോയി, അല്ലെങ്കിൽ കേടായാൽ പിന്നെ അതുകൂടി ഒരു വാർത്തയ്ക്ക് ഇടം വരുത്തുമായിരുന്നു. പിന്നെ ഉന്നയിച്ചത് പൗരപ്രമുഖർ ഏതോ വിധത്തിൽ കാശ് പിരിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. എല്ലായിടങ്ങളിലും അവസാനത്തെ ദിവസം വന്നെത്തിയ പാങ്ങോട്, ഊര്, മൂപ്പത്തി ഉൾപ്പെടെ എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ തുടർച്ചയായ പരിച്ഛേദം അതിനകത്തുണ്ടായിരുന്നു. അത് ബോധ്യപ്പെട്ടപ്പോൾ ആരോപണത്തിൽ നിന്ന് പോയി. അങ്ങനെ ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുക സാധാരണ നിലയിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ പ്രതിപക്ഷം പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഗവർണറുടെ ഒരു ക്രാഷ് ലാൻഡിംഗ് ഉണ്ടായി. ഈ നവകേരള സദസ്സ് നടക്കുന്നതിനിടയിൽ തന്നെ ഒരുപക്ഷെ ഭരണഘടനയ്ക്ക് നിരക്കാത്ത വിധത്തിൽ ഇടപെടുന്ന ഒരു സൗകര്യം പിന്നെ കേരളത്തിൽ പ്രദർശിക്കപ്പെട്ടു. ആ ഘട്ടത്തിൽ സമചിത്തതയോടെ ഇടപെടേണ്ട ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിൽ പ്രതികരിക്കേണ്ട രീതിയാണോ ഇത്? ഞാൻ ചോദിക്കുന്നത്, ഗവർണറെ പൂർണ്ണമായി പിന്തുണച്ചോട്ടെ, സെനറ്റിലോ അവർക്ക് താല്പര്യമുള്ളവർ വന്നാൽ അതിനെ പിന്തുണച്ചോട്ടെ, അതിലൊന്നും പ്രയാസമില്ല. ഞങ്ങൾ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1960 ഭൂപതിവ് നിയമത്തിൽ 63 വർഷക്കാലത്തിന് ശേഷം ഒരു ഭേദഗതി ഉണ്ടായി. കേരളത്തിൻ്റെ നിയമസഭയിലെ 3ാമത്തെ വായനയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പൂർണ്ണമായും ഞങ്ങൾ ഈ നിയമ ഭേദഗതിയെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ നിയമ ഭേദഗതിയുടെ ചട്ടം പെട്ടെന്നാകണം. ഇത് നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകരുത്. നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള പിഴ ചുമത്താൻ നിശ്ചയിക്കരുത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പൂർണ്ണമായും ഈ നിയമ ഭേദഗതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. 140 അംഗങ്ങൾ, സ്പീക്കർ വോട്ട് ചെയ്യുന്നുണ്ടാവില്ല, 140 അംഗങ്ങൾ ഒരു മനസ്സാക്കി പാസ്സാക്കിയ കേരളത്തിലെ ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി കോൾഡ് സ്റ്റോറേജിൽ ഗവർണർ എടുത്തു വെച്ചതിൻ്റെ കാര്യം എന്താണ്? രാഷ്ട്രപതിക്ക് അയച്ചില്ല, നിരസിച്ചില്ല,
ഗവൺമെൻറ്റിനോട് വിശദീകരണം ചോദിച്ചില്ല. കോൾഡ് സ്റ്റോറേജിൽ ഗവർണർ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? പ്രതിപക്ഷത്ത് അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണ്? നൽവയൽ തരം മാറ്റം കോഴിക്കോട് മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു പ്രശ്നമാണല്ലോ. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള 2 ലക്ഷത്തിലേറെ വരുന്ന നൽവയൽ തണ്ണീർത്തട തരം മാറ്റ അപേക്ഷകളിൽ ഏറ്റവും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ 27 RDOമാരുടെ അവകാശം കേരളത്തിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കാകാം എന്നൊരു ഭേദഗതി മാത്രമേ നൽവയൽ തണ്ണീർത്തട നിയമം 2008 പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആ ഭേദഗതി ഉൾപ്പെടാൻ കേരളത്തിലെ ഗവർണർക്ക് എന്താണ് തടസ്സം? ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ അഭിപ്രായം പറയണ്ടേ? ഗവർണറുടെ നിലവാരത്തിൽ നിന്ന് വിട്ട് താഴത്തോട്ട് പോകുമ്പോഴും ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ട പ്രതിപക്ഷം ഒരു കണ്ണ് പോയാലും 2 കണ്ണും പോകട്ടെ എന്ന അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെതിരെ തിരിയുന്ന വിധത്തിലുള്ള ആക്ഷേപങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ജനങ്ങൾ തള്ളിക്കളയും. അതിന് നാളെ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിനോട് പ്രതിപക്ഷം മറുപടി പറയേണ്ടി വരും. ഇതിപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന വരികയാണ്, 29-ാം തീയതി സത്യപ്രതിജ്ഞ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം അത് ബഹിഷ്കരിക്കുന്ന നിലവിൽ പറഞ്ഞിട്ടില്ല. 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് പ്രതിപക്ഷം ബഹിഷ്കരിക്കാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 2018 രമേശ് ചെന്നിത്തല എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ കൂട്ടിയിട്ടാണ് ആദ്യ ഹെലികോപ്റ്റർ യാത്ര. അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. തുടർന്ന് കേരളത്തിലെ സാലറി ചലഞ്ചിനെ ബഹിഷ്കരിച്ചു. പിന്നീട് നടന്ന ലോക കേരള സഭയെ ബഹിഷ്കരിച്ചു. കേരളീയത്തെ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ബഹിഷ്കരണ പക്ഷമായി മാറുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പേടി. അതുകൊണ്ട് ബഹിഷ്കരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അവകാശമാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി സമചിത്തതയോടുകൂടി പറഞ്ഞ് എന്തിനേയും എതിർക്കുക എന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോയി. പ്രതിപക്ഷത്തിന് നിലപാടെടുക്കാം. 29-ലെ സത്യപ്രതിജ്ഞയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല. അങ്ങനെയില്ല. ജനാധിപത്യത്തിൽ എതിർ ശബ്ദങ്ങളെ തീർച്ചയായിട്ടും ജനാധിപത്യം പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിയുന്ന ONV പറഞ്ഞതുപോലെ സഹജാതർ തന്മൊഴി സംഗീതമാകുന്ന കാലത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പക്ഷത്തിന് എതിർപക്ഷത്തിൻ്റെ അഭിപ്രായം ഗവനിക്കില്ല എന്ന് പറയാനേ കഴിയില്ല. ഗവനിക്കുന്നു, എപ്പോഴും ഗവനിക്കുന്നു. അതാണ് അവസാനത്തെ പോയിന്റിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയും നമുക്ക് കൂട്ടായി ചിന്തിക്കാൻ കേരളത്തിന് വേണ്ടി അവകാശമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളെയും ഗവനിക്കുന്നു. പ്രതിപക്ഷം പറയേണ്ടത് തന്നെയാണ് പറയുന്നത് എന്നൊരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. യാത്രകൾ നടത്തട്ടെ. കേരളത്തെ BJP വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് തരാനുള്ള പണം അങ്ങ് കൊടുത്തിട്ടങ്ങ് സ്നേഹിച്ചു തുടങ്ങുകയായിരിക്കും നല്ലത്. സ്നേഹമൊക്കെ നല്ലതാണ്, പക്ഷേ പണം അങ്ങ് കൊടുത്ത് സ്നേഹിക്കുകയായിരിക്കും നല്ലത്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അത് പറഞ്ഞത് കേട്ട ആളുകളിൽ ഒരാൾ ദീപക്കായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കല്യാശ്ശേരി വെച്ചുണ്ടായ ഒരു ഇവൻറ്റിനെ കുറിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവിടെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടത് അവർ ചാടിയിരുന്നെങ്കിൽ അപകടം പറ്റുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തി. അതിനെ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ആക്രമണത്തിന് കൊടുക്കാവുന്ന ഒരു കോഡായിട്ട് രക്ഷാപ്രവർത്തനം എന്ന വാക്ക് പ്രയോഗിച്ചിട്ടേ ഇല്ല. മാധ്യമപ്രവർത്തകരെ ഒരു കാരണവശാലും ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. മാധ്യമപ്രവർത്തകരെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാനോ ബോധപൂർവമായി കേസെടുക്കാനോ സർക്കാരിന് അഭിപ്രായമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ നയവുമില്ല. ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയപ്പെട്ടു. നവകേരള സദസ്സ് കഴിഞ്ഞു. ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ നല്ലതുപോലെ അവരവരുടെ പാർട്ടികളും മുന്നണികളും ഒക്കെ അന്വേഷിക്കും. കെ രാജൻ റവന്യൂ മന്ത്രി വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകിയത്. ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത കേസിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു നയം LDFനോ LDF സർക്കാരിനോ ഇല്ല. പിന്നീട് പോലീസിൻ്റെ, ഇന്നലെ മുഖ്യമന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാണ് എന്നുള്ള ഒരു ധ്വനിയാണ് വരുത്തിയത് അദ്ദേഹം, കെ രാജൻ. പക്ഷേ പിന്നീട് പറഞ്ഞത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നവകേരള സദസ്സ് തീർന്നല്ലോ, ഇനിയിപ്പോൾ മറ്റ് 4 മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ കൂടി കഴിഞ്ഞാൽ അതേ സംബന്ധിച്ചുള്ള ആലോചന സർക്കാർ ഗൗരവമായി നടത്തും. എന്താണ് അതിൻ്റെ ഹിറ്റ് ആൻഡ് ബിറ്റ് എന്നുള്ളതാണ് മന്ത്രി സൂചിപ്പിച്ചത്. വിവിധ വിഷയങ്ങളിൽ റേഷൻ ക്രമീകരണങ്ങൾ അടക്കമുള്ള വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ നൽകിയത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പറഞ്ഞത് 2018 പ്രളയം മുതൽ എല്ലാ കാര്യങ്ങളിലും, എല്ലാ ഇവൻറ്റുകളിലും, എല്ലാ വശങ്ങളിലും ബഹിഷ്കരണം എന്ന ഒറ്റ നയവുമായിട്ടാണ് പ്രതിപക്ഷം മുമ്പോട്ട് പോകുന്നത്. അത് തുടരുന്നു എന്നേ ഉള്ളൂ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പുതിയ സമരപരിപാടികളെയും പ്രഖ്യാപനങ്ങളെയും ഒക്കെ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയായി നൽകിയത്. കെ രാജനാണ് നാം തത്സമയം കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്